ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബത കളയരുതാരും. മരണം വരുമിനി എന്നു നിനഞ്ചിഹ മരുവുക സതതം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. കാണുന്നു ചിലർ പലതുമുപായം, കാണുന്നില്ല മരിക്കുമിതെന്നും. കാൺകിലും ഒരു നൂറ്റാണ്ടിനകത്തിൽ എന്നീ വേണ്ടു. നാരായണ ജയ കിമപി വിചാരിച്ചിടുകിൽ മാനുഷ ജന്മനി വേണം മുക്തി വരേണ്ടുകിൽ. ക്രിമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം ബത. നാരായണ ജയ കീഴിൽ ചെയ്ത ശുഭാശുഭ കർമ്മം മേലിൽ സുഖദുഃഖത്തിനു കാരണം. സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടൊരുവനുമുണ്ടോ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ. നാരായണ തവ പാദസരോജം അകമേ വിലസുക. നാരായണ ജയ. ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണ്ണൻ കായാമ്പൂവിൻ മേനിക്കണ്ണൻ. ഓടിവാ വെണ്ണ നൽകാം. ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണ്ണൻ കായാമ്പൂവിൻ മേനിക്കണ്ണൻ. ഓടിവാ വെണ്ണ നൽകാം. സുന്ദരരൂപ താമരക്കണ്ണ അഴകിനഴകേ മുത്തുക്കുടമേ കാറൊളി വർണ്ണ. ഓടിവാ കുഴലൂതിവാ വെണ്ണ നൽകാം. ഉണ്ണിക്കണ്ണൻ കള്ളക്കണ്ണൻ വെണ്ണക്കള്ളൻ ആലിലക്കണ്ണൻ കായാമ്പൂവിൻ മേനിക്കണ്ണൻ. ഓടിവാ വെണ്ണ നൽകാം. ഭഗവാന്റെ ഭക്തമക്കളെ പേരുകൾ പറയട്ടെ. ഭഗവാനിൽ എപ്പോഴും ഞാൻ പറയും, അവരുടെ കമൻസുകളെല്ലാം ഞാൻ ഭഗവാനെ വായിച്ച് കേൾപ്പിച്ചു. ഇപ്പോൾ എല്ലാം കൂടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞ് ഭഗവാനിൽ അർപ്പിക്കുന്നു. ഇതിൽ പേര് തരാത്ത ഒരുപാട് മക്കളുണ്ട്. എല്ലാവരെയും ഭഗവാനോട് പറയുന്നു. ലതാ രാജു, നളിനി, രാധ, രുക്മിണി മോഹൻ, സ്മിത, ഷേർലി, ഗീതാ നായർ, ജയ ബാലു, ബിന്ദു പ്രദീപ്, ജയ അനിൽ, നിർമ്മല പവിത്രൻ, വത്സല, ഉഷ ഋഷികേശ്, വിഷ്ണുപ്രിയ, ശ്രീല, ബിജി ബിജു, പ്രസന്ന, വിലാസിനി വലിയപറമ്പിൽ, സരസ്വതി, രാമൻ, അജിത, ഓമനയമ്മ. ഇനി വരുന്ന പേരുകൾ ഇനി അടുത്ത ദിവസം പറയുന്നതായിരിക്കും. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും എല്ലാ നന്മകളും വേണം ഭഗവാനോട് പറയുവാണ്. കാരണം ഭഗവാന്റെ മക്കളാണ് എല്ലാവരും. ഭഗവാന്റെ കഥകൾ വായിക്കുക, കേൾക്കുക, അതിൽ ഭക്തി വർദ്ധിക്കുക. അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മമാകുന്നു. അങ്ങനെ ആനന്ദത്തിൽ ലയിക്കാനുള്ള എല്ലാ ഭഗവാന്റെ കൃപയും എല്ലാ ഭക്തമക്കൾക്കും കൊടുക്കണം. ഇത് ഭാഗവതം നന്നായി എനിക്കും മനസ്സിലാക്കി തരണം, എൻ്റെ മക്കൾക്കും മനസ്സിലാക്കി കൊടുക്കണം. എല്ലാവരും ഇത് മനസ്സിലാക്കി നന്നായി ജീവിക്കാനും ലൗകികമായും ആത്മികമായും എല്ലാ നിറവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ കഴിഞ്ഞ ദിവസം ബ്രഹ്മം എന്താണെന്നും മായ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കിയെന്നാണ് എൻ്റെ വിചാരം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ എന്നറിയില്ല. ബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ച തന്നെയാണ് ബ്രഹ്മം, തന്നെയാണ് മായ. അല്ലാതെ രണ്ടല്ല, രണ്ടും കൂടെ ചേർന്നതാണ് ഒന്ന്. അതായത് ഇവിടെ പ്രപഞ്ചം ആ ബ്രഹ്മത്തിൻ്റെ മായ നമുക്ക് കാണാം. അതുണ്ടെങ്കിലേ ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകണ്ടേ.
സന്തതികൾ വീണ്ടും വീണ്ടും ഉണ്ടാകണം, നമുക്കെല്ലാം ആഹാരം വേണം, ഇതെല്ലാം പ്രകൃതി അമ്മ തന്നല്ലേ പറ്റൂ. അപ്പോൾ ഇത് എവിടെ നിന്നുണ്ടായി? ആ പരബ്രഹ്മത്തിൽ നിന്ന് വന്നതാണ്. അത് രണ്ടാണോ? അതായത് സൂര്യൻ്റെ രശ്മി എങ്ങനെയാ? സൂര്യനും രശ്മിയും ഒന്നല്ലേ? എടുത്ത് കളയാൻ പറ്റുമോ? സൂര്യനെ എടുത്ത് മാറ്റി രശ്മിയെ മാറ്റി നിർത്താൻ പറ്റുമോ? അത് ഒട്ടിയിരിക്കുന്ന ഒന്നായി ഇരിക്കുന്നതല്ലേ? അതുപോലെയാണ് ശർക്കരയ്ക്കകത്ത് ഒന്നായി ഇരിക്കല്ലേ മധുരം. മധുരത്തിനെ എടുത്ത് എങ്ങനെയെങ്കിലും മാറ്റിക്കളയാൻ പറ്റുമോ? അതുപോലെ തന്നെയാണ് ബ്രഹ്മത്തിൽ നിന്ന് മായയെ എടുത്ത് കളയാൻ പറ്റത്തില്ല. അവിടെ രണ്ടുകൂടെ ചേർന്ന് ലയിച്ചതാണ്. എങ്ങനെ ലയിച്ചു? ഇപ്പോൾ കർപ്പൂരവും തീയും കൂടെ ഒന്നായി ലയിച്ചാൽ അതിൽ നിന്ന് എടുത്ത് മാറ്റാൻ പറ്റുമോ? അത് ലയിച്ച് ചേരുന്നത്. അതുപോലെ തന്നെയാണ് ബ്രഹ്മവും മായയും. രണ്ടും മാതാപിതാവും നമ്മൾ സങ്കല്പിക്കുന്നു, രണ്ടുകൂടെ ചേർന്ന് ഒന്നായത്. അത് ശിവൻ ശക്തി, ശിവശക്തി. ശിവനില്ലെങ്കിൽ ശക്തിയുമില്ല, ശക്തിയില്ലെങ്കിൽ ശിവനുമില്ല. അതുപോലെയാണ് ഇതും. അഗ്നി ഉണ്ടെങ്കിലേ ചൂടുള്ളൂ. ചൂടിനെ എടുത്ത് മാറ്റാൻ പറ്റുമോ അഗ്നിയിൽ നിന്ന്? അഗ്നിയും ഉഷ്ണവും നമ്മൾ ഇന്നലെ പഠിച്ചില്ലേ? അപ്പോൾ അഗ്നി തന്നെയാണ് ചൂട്. ചൂടിനെ എടുത്ത് മാറ്റി ഒരിക്കലും അഗ്നിയിൽ നിന്ന് മാറ്റി വേർപെടുത്താൻ പറ്റത്തില്ല. ഒരിക്കലും ഉഷ്ണത്തിനെ എടുത്ത് മാറ്റാനും പറ്റത്തില്ല, ഉഷ്ണം മാറ്റി തീയെ എടുത്ത് മാറ്റാൻ പറ്റത്തില്ല. ഇത് രണ്ടും കൂടെ ചേർന്നെങ്കിലേ അഗ്നിയാവും. രണ്ടും കൂടെ ചേർന്ന് രശ്മിയും സൂര്യനോടെ ചേർന്നെങ്കിലേ സൂര്യനാണത്, അതിൻ്റെ രശ്മി. അതുപോലെ തന്നെയാണ് മായയും ബ്രഹ്മവും ഏകമാണ്. അതിനെ എടുത്ത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. ബ്രഹ്മത്തിനകത്തുള്ളത് തന്നെയാണ് മായയും. മായയ്ക്ക് ഭ്രമമുണ്ട്, നമ്മളതാണ് ഇന്നലെ വായിച്ചത്. അപ്പോൾ ഇതെല്ലാം നാരദ മഹാമുനി ആർക്ക് കൊടുക്കുന്നു? യുധിഷ്ഠിരനാണ് ഇതെല്ലാം ഉപദേശം കൊടുത്തത്. അപ്പോൾ ഇനി അപ്പോൾ നമ്മളെല്ലാവരും സൽക്കർമ്മങ്ങളെല്ലാം ചെയ്ത് ഭഗവാനിൽ സമർപ്പിക്കുക. എന്നിട്ട് പിന്നെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തല്ലോ, ഭക്തി ഏവം അറിവതിനായിക്കൊണ്ട് ഭക്തിയും ആവർമുത മഹാസേവയും മൂലമായി സർവ്വജനത്തിന് മുക്തി വരുമെന്ന് കേവലാത്മാവിൽ അറിയടോ മന്നവ. അപ്പം മന്നവ എന്ന് പറഞ്ഞ ആരെയാണ് ഇവിടെ? യുധിഷ്ഠിരനെ. പഞ്ചപാണ്ഡവരിലെ മൂത്തയാളാണ് യുധിഷ്ഠിരൻ, ഭഗവാന്റെ അളിയൻ, കൃഷ്ണൻ്റെ അളിയൻ. ഇപ്പോൾ നാരദ മഹാമുനി പറയുന്നു, എല്ലാം എന്ത് വേണം? മഹാസേവ. സന്യാസികൾ, നല്ല ഭക്തന്മാരായ യഥാർത്ഥ ജ്ഞാനികളായ സന്യാസികൾ, കള്ള സന്യാസിമാരെ തിരിച്ചറിയണം. യഥാർത്ഥ ജ്ഞാനിയായ ഭഗവാന്റെ ഭക്തനായ ഒരു സന്യാസിയോ ഒരു ഭക്തജനത്തിനെ കണ്ടാൽ നമുക്ക് അവരോട് മഹാസേവയും ഭക്തിയും വേണം. എന്താ കാരണം ഭക്തന്മാരെ സേവിക്കുക എന്ന് പറഞ്ഞത്? ഭഗവാൻ എപ്പോഴും ആ ഭക്തൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ടാണ്. എപ്പോഴും ഈ ഭക്തൻ എന്താ ചിന്തിക്കുന്നത്? ആനന്ദത്തിലിരിക്കുവാണ് ഈ ഭക്തൻ, സന്യാസി. നാരായണ അല്ല, നാരദൻ എങ്ങനെയാ നാരായണ നാരായണ എന്ന് പറഞ്ഞ പോലെ ഭഗവാനി കൃഷ്ണ ഗോവിന്ദ നാരായണ. എൻ്റെ അച്ഛൻ ഏത് സമയവും ഇങ്ങനെ ആയിരുന്നു, സർവ്വസമയം ആനന്ദത്തിൽ മുഴുകിയിരിക്കും. മക്കളും കുട്ടികളൊക്കെ ഉണ്ട്, ആകുന്ന കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യും. എപ്പോഴും ഭഗവാൻ ലീനനായിരിക്കുമായിരുന്നു, ആനന്ദിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ഭക്തന് എന്താ ഉള്ളേ? അഹം ബ്രഹ്മാസ്മി, ബ്രഹ്മമാകുന്നു ആ ഭക്തൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഭക്തനെ ദർശിച്ചാൽ, ഒരു സന്യാസി, അങ്ങനെയുള്ള സന്യാസിയെ ദർശിച്ചാൽ നമ്മൾ ഭഗവാനെ കണ്ടതിന് തുല്യമാകുന്നു. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറഞ്ഞു കൊടുത്തത്. നാരദ മഹാമുനി ഈ യുധിഷ്ഠിരനോട് പറയുന്നു, മുക്തി, അതായത് ഭക്തിയും ആവർമുത മഹാസേവയും കൊണ്ട്. അപ്പോൾ ഭക്തിയും വേണം, ഏവം അറിവതിനായിക്കൊണ്ട് ഭക്തിയും ആവർമുത മഹാസേവയും. മഹാസേവ എന്ന് വെച്ചാൽ ഭക്തന്മാരോട് സേവ. ഭക്തന്മാരെ കാണുമ്പോൾ അവരെ വന്ദിക്കുക, അവർക്ക് വേണ്ടത് എന്താ വെച്ചാൽ നമ്മളെ കൊണ്ടൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ അതുമൂലമായി സർവ്വജനത്തിനും ആരാണ് ഭക്തിയും മഹൽ സേവയും ചെയ്യുന്നത് അവർക്ക് മുക്തി വരുമെന്ന് കേവലാത്മാവിൽ അറിയടോ. ഉള്ളത്തിൽ, നമ്മുടെയൊക്കെ ഉള്ളങ്ങളിൽ നമ്മൾ മനസ്സിലാക്കടോ മന്നവ. അത് യുധിഷ്ഠിരനോട് പറയുന്നു. എന്നിട്ട് ഇദ്ദേഹം പറയുന്നു, നാരദ മഹാമുനി പറയുന്നു, പണ്ട് ഉപബർഹണ ഗന്ധർവനാം അഹം. ഞാൻ, അതായത് നാരദൻ പണ്ട്, ഇതിനു മുൻപ്, നാരദനായിട്ട് വരുന്നതിന് മുന്നേ ഞാൻ എന്തായിരുന്നു? ഉപബർഹണനായിരുന്നു, ഒരു ഗന്ധർവനായിരുന്നു. അതെങ്ങനെ ഇവിടെ നാരദനായി എന്നുള്ളതാണ്. ഒരു ഗന്ധർവനായിരുന്നു ഇദ്ദേഹം. വണ്ടാർ കുഴലിമാരൊത്തു വിമാനത്തിൽ കണ്ട ഭോഗങ്ങൾ അനുഭവിച്ചങ്ങനെ കൊണ്ടാടി വാഴുന്ന കാലം എതിർച്ചയാ കുണ്ഠനായി വന്നു മൽക്കർമ്മദോഷത്തിനാൽ. അദ്ദേഹത്തിൻ്റെ കർമ്മദോഷം കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചു. കുണ്ഠിതനായി നല്ലൊരു ഗന്ധർവനായിട്ട് ലോകമൊത്തവും വിമാനത്തിലിങ്ങനെ സുന്ദരിമാരായ, അതായത് ഇത് വണ്ടാർ കുഴലിമാർ, അത്ര സുന്ദരികളായ ദേവസ്ത്രീകളൊത്ത് ഈ ഗന്ധർവൻ വിമാനത്തിൽ ലോകമൊത്തവും സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ
കണ്ട ഭോഗങ്ങളൊക്കെ അങ്ങ് അനുഭവിച്ച് ഇത്ര സുന്ദരമായിട്ട് നന്നായി തകർത്ത് സുഖിച്ച് നടക്കുന്നൊരു സമയം. ഗന്ധർവനല്ലേ. അപ്പോഴെന്ത് വന്നു? അദ്ദേഹത്തിൻ്റെ കർമ്മദോഷം കൊണ്ട് ആണ് ഇവിടെ എതിർച്ചയാ ഇങ്ങനെ വന്ന് കുണ്ഠനായി വന്നു. എന്താ കുണ്ഠത വന്നത്? അദ്ദേഹത്തിൻ്റെ കർമ്മദോഷം കൊണ്ടാണ് സംഭവിച്ചത്. എന്താ സംഭവിച്ചത്? അദ്ദേഹം ഉണ്ടായി ഭവിച്ചതു ശൂദ്ര ശരീരവും. ഗന്ധർവനായിരുന്നു. എന്തോ ഒരു ശാപം വന്നത് മുഖാന്തരം അവിടെ അദ്ദേഹം ശൂദ്രനായി ജനിച്ചു. ഗന്ധർവൻ്റെ ഒക്കെ മാറി ഒരു ശൂദ്രനായിപ്പോയി. എന്തോ ഒരു സംഭവം ഉണ്ടായി, ഒരു ശാപം കൊണ്ടാണ്. അന്നു ഞാൻ ഭക്തൈവ മുഖ്യ ജനങ്ങളാം സന്യാസികളെ ഭജിക്ക നിമിത്തമായി. അന്ന് ഞാൻ ഭക്തിയായിട്ട് മുഖ്യജനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? സാത്വികരായ ഭക്തന്മാരായ ബ്രാഹ്മണർ, നല്ല നല്ല വിവരം, അതായത് ഈ തത്വാർത്ഥങ്ങളെല്ലാം പഠിച്ച ജ്ഞാനികൾ, അതാണ് മുഖ്യജനങ്ങൾ, സാധാരണക്കാരല്ല. മുഖ്യജനങ്ങളാം സന്യാസികളെ, സന്യാസികളിൽ വെച്ച് തന്നെ മുഖ്യന്മാരുണ്ട്, എല്ലാ അറിവുള്ളവർ, ഉപദേശം കൊടുക്കാൻ അറിയാവുന്ന സന്യാസികൾ, അവരെ ഞാൻ ഭക്തിദൈവ അവരെ ഭജിച്ചു. അപ്പോഴെനിക്ക് എന്ത് വന്നു? സന്യാസികളെ ഭജിക്ക നിമിത്തമായി തുഷ്ടിയാ മുനികൾ എനിക്ക് തത്വാർത്ഥത്തെ ക്ലിഷ്ടത പോമാർ ഉപദേശവും ചെയ്തു. എൻ്റെ വിഷമങ്ങൾ ക്ലിഷ്ടതകളെല്ലാം എനിക്ക് മാറത്തക്കവണ്ണം എനിക്ക് തുഷ്ടിയ സന്തോഷത്തോടെ ഈ മുനികളെ ഞാൻ ഭജിച്ചു. അതായത് സന്തോഷമായിട്ട് ഈ സന്യാസിമാരെ അദ്ദേഹം ഭജിക്കുക എന്ന് പറയുന്നത് സേവിക്കും. ശൂദ്രൻ്റെ തൊഴിലെന്താണ്? ബ്രാഹ്മണരെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ നാരദ മഹാമുനി ഈ ഭക്തിയായിട്ട് തന്നെ ഈ സന്യാസികളെ പൂജിച്ചു, സൽക്കരിച്ചു. അങ്ങനെ ചെയ്തപ്പോൾ ഈ സന്യാസിമാർ തത്വാർത്ഥമൊക്കെ ഉപദേശിച്ചു കൊടുത്തു നാരദന്. നല്ല സ്വഭാവമുള്ള ശിഷ്യന്മാരായിട്ട് വന്ന അവർ ശൂദ്രനെന്നോ ഒന്നും നോക്കത്തില്ല. യഥാർത്ഥ ജ്ഞാനികൾ കൊടുക്കാനുള്ളത് കൊടുക്കും, തത്വാർത്ഥം കൊടുക്കും. അവർ നോക്കും കൊള്ളാമോ എന്ന്. അപ്പം നോക്കിയപ്പോൾ നാരദ മഹാമുനി നന്നായി അവരെ ഭജിക്കുന്നു, സൽക്കരിക്കുന്നു, അവരെ സേവിക്കുന്നു, അവരെ ഭജിക്കുന്നു. ഈശ്വരനെ ഭജിക്കുന്നത് പോലെ ഈ സന്യാസിമാരെ ഭജിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരുന്ന സന്യാസിമാരുടെ ഉള്ളിലിരുന്ന തത്വാർത്ഥ ഉപദേശങ്ങളെല്ലാം നാരദ മഹാമുനിയായ ശൂദ്രനാണെന്ന് പിന്നെ നാരദനായത്. ആ ശൂദ്രന് ഇതെല്ലാം പങ്കിട്ട് കൊടുത്തു. ഭക്തി വർദ്ധിക്കാനും തത്വോപദേശങ്ങളെല്ലാം കൊടുത്ത്. അങ്ങനെ കൊടുത്തപ്പോൾ തുഷ്ടിയാ തന്ന് സന്തോഷത്തോടെ മുനികൾ എനിക്ക് തത്വാർത്ഥത്തെ ക്ലിഷ്ടത പോമാർ ഉപദേശം ചെയ്തു തന്നു. അങ്ങനെ കിട്ടിയപ്പം പിന്നെ ഞാൻ ബ്രഹ്മാത്മജനായി ജനിച്ചു. അങ്ങനെ അദ്ദേഹം ആ ശൂദ്രൻ ആയിട്ടിരുന്നപ്പോൾ ഇതെല്ലാം പഠിച്ചപ്പോൾ എന്തു വന്നു? പിന്നെ ജനിച്ചത് ബ്രഹ്മാത്മജൻ, ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടാണ് നാരദനായിട്ട് വന്നത്. അപ്പം നാരദൻ ആരാ? ബ്രഹ്മാവിൻ്റെ പുത്രനാണ്. അങ്ങനെയാണ് ഞാനിവിടെ നാരദനായിട്ട് വന്നത്. ബ്രഹ്മാത്മജനായി ജനിച്ചുകൊണ്ട് ഇന്നിവിടെ, അതായത് യുധിഷ്ഠിരനോട് ഇന്നിവിടെ നാരദനായി ഭവിച്ചതു. ഞാൻ അങ്ങനെ ആദ്യം എന്തായിരുന്നു? ഗന്ധർവനായിരുന്നു. ഞാൻ സർവ്വഭോഗ സുഖങ്ങളും കഴിച്ചുകൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു വിമാനത്തിൽ. എൻ്റെ കർമ്മദോഷം കൊണ്ട് എനിക്ക് ഇത് വന്നു, നാരദനായി ജനിക്കേണ്ടി വന്നു. അതിൽ നിന്ന് ഞാൻ ഭക്തന്മാരായ സന്യാസികളെ പൂജിച്ചു, അവരെ സേവിച്ചു, അവരെ സൽക്കരിച്ചു, ഭജിച്ചപ്പോൾ എനിക്കിവിടെ ബ്രഹ്മാവിൻ്റെ പുത്രനായി ജനിക്കാനുള്ള യോഗമുണ്ടായി. അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നത് ഇങ്ങനെയാണ്. ബ്രഹ്മപുത്രനായി വന്നു, നാരദനായിട്ട് ഭവിച്ചു. ചിത്രം, അത്ഭുതം. മഹൽ ദർശനത്തിനാൽ ഭക്തിയാൽ മർത്യർക്ക് സർവം സഫലമെന്നീ അർത്ഥം. ഇതൊരു അത്ഭുതമാകുന്നു. എന്താ? സന്യാസികൾ അങ്ങനെയാണ്. എപ്പോഴും ഭഗവാനി, നാരായണ, കൃഷ്ണ, ഗോവിന്ദ എന്നുള്ള നാമം അല്ലാതെ അവരുടെ നാക്കിൽ മറ്റൊന്നും വരത്തില്ല. യഥാർത്ഥ ജ്ഞാനിക്ക് അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ അഹം ബ്രഹ്മാസ്മിയായിരിക്കുന്ന സന്യാസിമാരാണ് ഞാൻ ബ്രഹ്മമാകുന്നു, പരമാത്മാവാകുന്നു. അങ്ങനെ സന്യാസിമാരെ നോക്കുമ്പോൾ, ദർശിക്കുമ്പോൾ ആരെയാ നോക്കുന്ന ഭക്തന്മാരാ കാണുന്നത്? ഭഗവാനെ തന്നെയാണ് കാണുന്നത്, ദർശിക്കുന്നത്. ഇങ്ങനെയുള്ള സാത്വികരായ സന്യാസിമാരിൽ പരമാത്മാവാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെ ദർശിക്കുമ്പോൾ യഥാർത്ഥമായ ബ്രഹ്മജ്ഞാനിയല്ലേ. അപ്പോൾ ഭഗവാൻ നാരായണൻ്റെ സർവ്വ സ്വഭാവവും ഈ ഭക്തനിലുണ്ട്. അപ്പോൾ യഥാർത്ഥ ഒരു ജ്ഞാനി, ഒരു ശൂദ്രനായാലും നാരദ മഹാമുനിയുടെ ശൂദ്രനായിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ കാണുമ്പോൾ ഭക്തിയായിട്ട് തന്നെ അയാൾ ഇവരെ പൂജിച്ചപ്പോൾ ഇവരറിയാതെ തന്നെ എന്ത് ചെയ്യും? നല്ല അനുഗ്രഹങ്ങളും ഉപദേശങ്ങളെല്ലാം തനിയെ അങ്ങ് വന്ന് സംഭവിക്കും. അതിനർഹത നാരദ മഹാമുനിക്ക് ഉണ്ടായിരുന്നു. എന്താ? സ്വഭാവം. ഇവരെയൊക്കെ പൂജിച്ചു സൽക്കരിച്ചു സന്യാസിമാരെ. അപ്പോൾ അറിയാതെ തന്നെ അതങ്ങനെ ഈ കൃപ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതാണ് നമ്മൾ എങ്ങനെ ഈ കൃപ കൊടുക്കുക? അർഹനാവുമ്പോൾ തനിയെ വന്നോളും.
എനിക്കിതിന് അർഹത ഉണ്ടെങ്കിൽ ആ ആ പറഞ്ഞ സന്യാസികളെ കയ്യിൽ നിന്ന് അറിയാതെ നമ്മളിലേക്ക് ഒഴുകി വരും. നമുക്കും അങ്ങനെ അയ്യോ ഇത് എന്തെങ്കിലും നമ്മളിങ്ങനെ കാണുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്നും ഇങ്ങനെ അത് ആ പാത്രം അതിന് യോഗ്യനായതുകൊണ്ടാണ് അത് ചെല്ലുന്നത്. നമ്മുടെ ഗുണം കൊണ്ടല്ല അവർക്കത് ചെല്ലുന്നത്, അവരുടെ ഗുണം കൊണ്ടാണ്. ഇവിടെ നാരദ മഹാമുനിയുടെ ഗുണം കൊണ്ടാണ് സന്യാസിമാരിൽ നിന്ന് ആ ഉപദേശങ്ങളും കൃപകളും കിട്ടുന്നത്. അല്ലാതെ മനഃപൂർവ്വമായിട്ട് ആർക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അതിന് യോഗ്യത വരുമ്പോൾ തനിയേ ഇത് കാന്തം എങ്ങനെ സൂചിയെ ആകർഷിക്കുന്നു അതുപോലെ അങ്ങ് സംഭവിക്കുന്നതാണ്. ആ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നാരദ മഹാമുനിയുടെ ആ ശൂദ്രനായ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഇവിടുന്ന് ഇളവി അങ്ങ് ചെല്ലും ആ കൃപയും ഉപദേശങ്ങളെല്ലാം. അതുകൊണ്ട് ഇന്നിഹ നാരദനായി ഭവിച്ചത് ആ സന്യാസിമാരെ പൂജിച്ചപ്പോൾ ഭക്തനായെന്ന് മനസ്സിലായപ്പോൾ അവരറിയാതെ തന്നെ കൈ തലയ്ക്ക് വയ്ക്കും, ആരായാലും വെച്ച് പോകും. അങ്ങനെ കൃപയും ഉപദേശങ്ങളെല്ലാം കൊടുത്ത് ചിത്രം അത്ഭുതം. എന്താ അത്ഭുതം? മഹദർശനം. ഇങ്ങനെയുള്ള ഭക്തന്മാരെ ദർശിക്കുന്നതാണ് അത്ഭുതം. അങ്ങനെ വരുമ്പോൾ ഭക്തിയാൽ മർത്യർക്ക് സർവം സഫലമെന്നീ അർത്ഥം. നമ്മളതുകൊണ്ട് എന്താ വേണ്ടേ? ഒരു മർത്യനായിട്ട് ഇങ്ങനെ ഭൂമിയിൽ ജനിച്ചാൽ ഭക്തന്മാരോട് അത്രമാത്രം സ്നേഹവും ഭക്തിയും വേണം. ഭഗവാനെ കാണുന്നത് പോലെ ആയിരിക്കണം. അപ്പോഴാണ് ഭഗവാന്റെ കൃപ എതിലേ വരുന്നേ? ഇങ്ങനൊരു ഗുരുവിൻ്റെ കൂടെ ഗുരുവിൽ നിന്ന് വരും, ഇങ്ങനൊരു സന്യാസിമാരിൽ നിന്ന് വരും. അത് ഈശ്വരനാണ് അതിലിരിക്കുന്നതും പ്രവർത്തിക്കുന്നതും, അല്ലാതെ ആ ഗുരു ഒന്നും അല്ല. ഗുരുവിലിരിക്കുന്നത് ആരാണ്? പരമാത്മാവായ നാരായണൻ കൃഷ്ണനാണ്. അപ്പോൾ അവിടെ നിന്ന് തനിയേ അങ്ങോട്ട് ഒഴുകും ഭക്തന്മാരിലേക്ക്. മർത്യർക്ക് അങ്ങനെ സർവം സഫലമെന്നീ അർത്ഥം. അർത്ഥം സർവാത്മകനായി പരബ്രഹ്മമൂർത്തിയായി നിർവാണരൂപനായി നിശ്ചലാത്മാവായി വിഷ്ണുവായി കൃഷ്ണനായി തൊൽബന്ധുവായി കൊണ്ട് വൃഷ്ണിവംശത്തിൽ ജനിച്ച ഭഗവാന്റെ ഭക്തനായുള്ള നിനക്കിനി എന്തോന്നു മുക്തി സിദ്ധിപ്പാൻ ഇതിന്മീതയില്ലൊന്നും. അതുപോലെയാണ് ഇവിടെ ആരാ? യുധിഷ്ഠിരൻ അത്ര ഭക്തനാ, നാരദനെ പോലെ തന്നെ. അതുകൊണ്ടാണ് ആ ഉപദേശം അവിടെ അത് നാരദ മഹാമുനി തന്നെ പറഞ്ഞത്. നാരദ മഹാമുനി ഈ ഉപദേശങ്ങളെല്ലാം യുധിഷ്ഠിരന് കൊടുത്തപ്പോൾ യുധിഷ്ഠിരൻ ഇത് കേട്ടത് പോരാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ആർത്തി പണ്ടാരം പോലെ കേൾക്കുന്നത് പോരാ, ഭഗവാനിലങ്ങനെ ഭക്തി വർദ്ധിക്കുവായി കഥകളെല്ലാം കേട്ടപ്പോൾ. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ പിന്നെ സർവാത്മകനായി ഭഗവാൻ നാരായണൻ സർവാത്മകനാണ്. സർവത്തിൻ്റെ ആത്മാവായും പരബ്രഹ്മമൂർത്തിയായും നിർവാണരൂപനായും നിശ്ചലാത്മാവായി വിഷ്ണുവായി കൃഷ്ണനായി തൊൽബന്ധുവായി കൊണ്ട്. ആരുടെ ബന്ധു? യുധിഷ്ഠിരൻ്റെ. എങ്ങനെയാ? അവരുടെ അമ്മയും വസുദേവരും സഹോദരനും സഹോദരിയാണ്. അപ്പോൾ ഭഗവാൻ അവിടെ കൃഷ്ണൻ അവിടെ ബന്ധുവായിട്ട് വരുമ്പോൾ അളിയനായിട്ട് വരും. ഈശ്വരൻ അല്ലാതെ തന്നെ ഒരു ബന്ധുത്വം കൂടെ അവിടെ ആയിക്കഴിഞ്ഞു. അതുകൊണ്ടിവിടെ നാരദ മഹാമുനി പറയുന്നു, ഇങ്ങനെയുള്ള ഭഗവാൻ നാരായണൻ വിഷ്ണുവായി കൃഷ്ണനായി ബന്ധുവായിക്കൊണ്ട് നിന്റെ ബന്ധുവായിക്കൊണ്ട് യുധിഷ്ഠിരൻ്റെ ബന്ധുവായിക്കൊണ്ട് വൃഷ്ണിവംശത്തിൽ അത് യദുകുലത്തിൽ ജനിച്ച ഭഗവാന്റെ ഭക്തനായുള്ള നിനക്കിന് എന്തോന്നാ മുക്തി സിദ്ധിപ്പാൻ? ഇതിനേക്കാൾ മറ്റൊന്നായും എന്താ ഉള്ളത്? ഇത്രയൊക്കെ പോരെ? അപ്പോൾ ഇത്രയും ഭക്തിയും അതും നീ അതായത് ഭഗവാൻ നിന്റെ വംശത്തിൽ വൃഷ്ണിവംശം ജനിച്ച ഭഗവാന്റെ ഭക്തനും കൂടിയാകുന്നു. ഇത്രയും ഭക്തിയുള്ള യുധിഷ്ഠിരനോട് പറയും, നിനക്കിനി എന്തോന്ന് മുക്തിക്ക് വേണ്ടി ഇനി എന്താ നിനക്ക് സിദ്ധിപ്പാനുള്ളത്? ഇതിൽ കൂടുതലായിട്ട് ഇതിന്മീത ഇല്ല ഒന്നും. സർവകർമ്മങ്ങളും നീ കൃഷ്ണങ്കൽ അർപ്പിക്കുക, അതേ ഉള്ളൂ ഇനി നോക്കാൻ. എല്ലാം നിനക്ക് നിനക്കുള്ള ബന്ധുവാണ് ഭഗവാൻ നാരായണൻ. അതുകൂടാതെ പിന്നെന്താ? ഭക്തനാണ് ഭഗവാന്റെ അത്രമാത്രം ഭക്തനായ യുധിഷ്ഠിര ധർമാത്മാവാണ്. അതായത് എല്ലാ ധർമ്മങ്ങളും അതാണ് ഞാൻ പറയുന്നത്, എല്ലാ കർമ്മവും നന്നായിരിക്കണം. നമ്മുടെ കർമ്മങ്ങൾ എന്ത് ചെയ്തത് നന്മ തന്നെ ആയിരിക്കണം. ആർക്കും ഒരു തിന്മ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആയിക്കൂടാ. അങ്ങനെ ഉള്ള ഒരാൾക്കാണ് ഇതെല്ലാം ഒത്തുവരുന്നത്. അപ്പോൾ സർവ്വകർമ്മങ്ങളും കൂടെ നമ്മൾ ഭഗവാങ്കലങ്ങ് അർപ്പിക്കണം. എന്താണ് കല്ലും മുള്ളും ഉള്ളിടത്ത് നടന്നാൽ നമുക്ക് ഭയമില്ലാത്തത്? നമ്മൾ ഇന്നലെ വായിച്ചല്ലോ, കല്ലും മുള്ളും ഉള്ളിടത്ത് നമുക്ക് നടക്കാം. എന്താ? ഒരു പേടിയും വേണ്ട. ചെരുപ്പ് കാലിലുണ്ടെങ്കിൽ, ചെരുപ്പ് കാലിലിട്ടാൽ നമ്മൾ കല്ലിലും മുള്ളിലും കുപ്പിച്ചിലും കയറി ചവിട്ടി നടക്കാം, ഭയക്കണ്ട. അതുപോലെ നമ്മൾ സർവ്വകർമ്മങ്ങളും നമുക്കുള്ളതെല്ലാം ഭാര്യയും മക്കളും കുട്ടിയും സ്വത്തും വീടും കൂടും എല്ലാം ഭഗവാന്റെ ആണ്, അവിടുന്ന് തന്നതാണ്. അതെല്ലാം ഭഗവാൻ തന്നെയാണ്, നമ്മുടെ അല്ല. നമ്മൾ ഒരു പരദേശിയാണ്. നമ്മളിതെല്ലാം ഭഗവാന്റെ അടുത്ത് അനുഭവിച്ച് ജീവിക്കുന്നു. എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക, എല്ലാം ഈശ്വരൻ്റെ ആണെന്നുള്ള രീതിയിൽ നമ്മൾ കൊണ്ടുവന്ന മക്കളെയും കുട്ടികളെയൊക്കെ ഭർത്താവിനെയൊക്കെ ഇവിടെ വന്ന് കിട്ടിയതല്ലേ. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ അല്ലേ, ഇതെല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. മുതലായാലും പണവും ധനവും എല്ലാം ഭഗവാന്റെ ആണെന്ന് സർവ്വകർമ്മങ്ങളും കൃഷ്ണങ്കൽ അർപ്പിക്കുക. സർവദാ ചെയ്യുക വേണ്ടുന്നത് നീയടോ. ഇതാണ് നീ സർവദാ ചെയ്യേണ്ടുന്നത്. ഭഗവാനിൽ ഭക്തിയും സജ്ജന ദർശനം, ഭക്തന്മാരെ ദർശിക്കുക.
അതാ ഭഗവാനെ ദർശനം തുല്യമാണ്. ഈ ലോകത്ത് ഭഗവാൻ അന്ന് ജീവനോടെ, അതായത് ശരീരം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഭഗവാന് ശരീരമില്ല. അപ്പം നമ്മൾ ആരെയാ നമ്മൾ കാണുന്ന ഭഗവാനായിട്ട്? സജ്ജനങ്ങൾ, നല്ല സന്യാസിമാരെ കാണുമ്പോൾ ഭഗവാനാ ഉള്ളിൽ എന്ന് സത്യത്തിൽ അത് യഥാർത്ഥമാ. അത് അഹം ബ്രഹ്മാസ്മിയാ, ഉള്ളം മൊത്തം ഈശ്വരനാ. അപ്പം നമുക്ക് ദേഹത്തിന് മാത്രമേ മാറ്റമുള്ളൂ, ഉള്ളതെല്ലാം ഈശ്വരനാണ്. അപ്പം നമ്മളൊരു യഥാർത്ഥ ജ്ഞാനിയായിരിക്കണം. കള്ളസന്യാസിമാരിന്ന് ലോകം മൊത്തം ഉണ്ട്. അവരെ ഭക്തിയായിട്ട് ചെയ്താൽ അവർ ചിലപ്പം എന്തെങ്കിലും കബളിപ്പിച്ചുകൊണ്ട് പൊക്കളയും. അതുകൊണ്ട് ആളറിയണേ പ്രവൃത്തി കണ്ട് മനസ്സിലാക്കണം. ഒരു സന്യാസിയുടെ പ്രവൃത്തിയിൽ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ആൾ ശുദ്ധനാണോ അശുദ്ധനാണോ എന്ന്. ശുദ്ധനെ കാണുമ്പോഴും അവരുടെ പ്രവൃത്തിയും കാണുമ്പോൾ നമുക്കറിയാം. അങ്ങനെ സർവ്വതും ഭഗവാങ്കൽ അർപ്പിക്കുക, കൃഷ്ണങ്കൽ അർപ്പിക്കുക, സർവ്വതാ ചെയ്യുക വേണ്ടുന്നത്. ഇത് സർവ്വതാ എപ്പോഴും ഇതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എവിടെ പോകുമ്പോഴും ഭഗവാനെ കണ്ടാൽ ഞാൻ ഇറങ്ങിപ്പോയിട്ട് വരട്ടെ, ഇന്നതിനാണ് ഞാൻ പോകുന്നത്, എന്താ ഒന്ന് പറഞ്ഞാൽ വലിയ ചിലവൊന്നുമില്ലല്ലോ. നമ്മൾ എന്തിനു പോകുമ്പോഴും കണ്ണാ കാത്തോളണേ, വഴിയെ പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വാഹനത്തിലായാലും എന്ത് ജോലിക്ക് പോയാലും കണ്ണാ നീ എന്നെ നോക്കിക്കൊള്ളണേ, അവിടേക്ക് ഞാൻ അർപ്പിക്കുവാണേ. അതുപോലെ നമ്മൾ പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ വീട്ടിൽ തന്നെയാണ് കണ്ണാ, നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഭഗവാൻ നോക്കിക്കൊണ്ടേ അവിടെ അർപ്പിച്ചേക്കുവാണ്. എൻ്റെ അല്ല, ഇതെല്ലാം ഭഗവാന്റെ മക്കളാണ്, അവർ നോക്കിക്കൊള്ളണം കണ്ണാ, ഞാൻ പോയിട്ട് വരട്ടെ എന്ന് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഏത് കർമ്മം ചെയ്യുമ്പോഴും ഭഗവാങ്കലങ്ങ് അർപ്പിച്ചാൽ നമുക്ക് ചെരുപ്പിട്ട് നടക്കുമ്പോൾ ഭയക്കാത്തത് പോലെ നമുക്ക് ഭയം കൂടാതെ പോയിട്ട് വരാം. നമ്മൾ ആരെയാ ഏൽപ്പിച്ചേക്കുന്നേ? ആപ്പേ ഉപ്പയാണോ ഏൽപ്പിക്കുന്നത്? ലോകപിതാവിനെ അല്ലേ ഏൽപ്പിക്കുന്നത്? അപ്പോൾ ഒന്നുകൊണ്ടും ഭയക്കണ്ട, സർവ്വതാ ചെയ്യുക വേണ്ടുന്നത് നീയടോ. എന്നാൽ നിനക്ക് സകലവും ശ്രേയസ്സായി വന്നുകൂടും, അതിൽ ഒരു സംശയവും വേണ്ട. അങ്ങനെ നീ സർവ്വതാ ചെയ്യണം, മറക്കരുത്. എപ്പോഴും ഓർമ്മ വേണം. ഒരു ഉരുള ചോറ് കഴിക്കുമ്പോൾ കറിയുടെ രുചി കണ്ട് മണം കേൾക്കാൻ പെട്ടെന്നങ്ങ് വായിലിടരുത്. ഭഗവാനെ ഒന്ന് ആലോചിക്കണം. ഭഗവാനെ കണ്ണാ, ഇത് ആഹാരം, ഈ ഉരുള ഭഗവാന് വേണ്ടിയാണ് ഞാനിത് കഴിക്കുന്നത്, ഭഗവാനെ എന്നുള്ള ചിന്ത ഒരു സെക്കൻഡ്, ഒരു കണ്ണടച്ചിറങ്ങുന്ന സമയമെങ്കിലും ഒന്ന് ആലോചിച്ച്, ഇത് കണ്ണനാണിത്, ഞാനല്ല, ഇത് ഭഗവാന്റെയാ എന്ന് പറയുന്നത് ഭഗവാൻ കഴിക്കുക. ഉള്ളത്ത് എൻ്റെ ഉള്ള അഹം ബ്രഹ്മാസ്മി, ഞാൻ എൻ്റെ ഉള്ളിൽ കണ്ണനായിരിക്കുന്നത്, ഇത് കണ്ണന് വേണ്ടിയുള്ളതാ എന്ന് എച്ചിലാകുന്നതിന് നമ്മൾ ഒന്ന് കഴിച്ചാൽ പിന്നെ എച്ചില, പിന്നെ കൊടുത്തുകൂടാ. ആദ്യത്തെ ഉരുള തന്നെ ഭഗവാനെ അങ്ങോട്ട് കൊടുക്കണം. അങ്ങനെ മറക്കാതെ ചെയ്യുമ്പോഴാണ് ഭക്തി വർദ്ധിക്കുന്നത്. എല്ലാ കർമ്മങ്ങളും നമ്മൾ അങ്ങനെ ചെയ്യാൻ പഠിക്കണം. എന്നാൽ എന്തുവരും നിനക്ക് സകലം ശ്രേയസ്സായി വന്നുകൂടും, അതിന് ഒരു സംശയവും വേണ്ട എന്നരുൾ ചെയ്തു മഹാമുനി നാരദൻ. നന്നായി തെളിഞ്ഞു തൊഴുതു ധർമാത്മജൻ. അങ്ങനെ യുധിഷ്ഠിരൻ നന്നായി തെളിഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ അദ്ദേഹത്തിന് ഉള്ളമെല്ലാം പ്രകാശിച്ചു, തെളിഞ്ഞു. എന്നിട്ട് മഹാമുനി നാരദനെ നമസ്കരിച്ചു തൊഴുത്. നാരദൻ ഏവം അരുൾ ചെയ്ത് അതുപോലെ സാരനാം വ്യാസാത്മജൻ പരീക്ഷത്തിന് സാമോദമാശു കേൾപ്പിച്ച് അതുപോലെ അങ്ങാമോദമോട് സൂതൻ മുനിമാരോടും കേൾപ്പിച്ച പോലെ ഒട്ടൊട്ട് പറഞ്ഞു ഞാൻ. ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെയാണ് മഹാമുനി നാരദൻ യുധിഷ്ഠിരന് കൊടുത്തതുപോലെ തന്നെ പരീക്ഷത്തിന് ശ്രീശുക മഹാമുനി ഇത് തന്നെയാണ് എല്ലാവർക്കും അവർ തങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടുന്നവർക്കെല്ലാം കൊടുക്കുന്നത്. അതുപോലെ ഇവർ സൂതപൗരാണികനും മുനിമാർക്കും കൊടുത്തു. ഇങ്ങനെ കേൾപ്പിച്ച പോലെ ഇതെല്ലാം എങ്ങനെ ഒരാൾ കേൾപ്പിക്കുന്നത് അത് തന്നെയാണ് എല്ലാവർക്കും അവർ പങ്കിട്ട് ഓരോരുത്തർക്കും ഓരോരു ചോദിക്കുന്നവർക്കൊക്കെ ഇത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതാണ് അവരുടെ ആഹാരം. ഇത് ചെയ്യുമ്പോൾ വയർ നിറയും, സർവാംഗം നിറയും, പ്രകാശിക്കും, തെളിയും. നമ്മൾ ആഹാരം കഴിച്ചാൽ ആ തെളിവുണ്ടാവുമോ? പക്ഷേ ഈ ആഹാരം, ഈ ഭക്ഷണം, ഈ സ്വാദ് നിറഞ്ഞ ഈ അമൃത് കഴിച്ചാൽ നമ്മുടെ ഉള്ളമെല്ലാം പ്രകാശിക്കുകയും ചെയ്യും. നമ്മൾ നിറഞ്ഞ് കവിഞ്ഞ് മറ്റുള്ളവർ കൂടെ കൊടുക്കാനുള്ള കൃപയും അവിടുന്ന് കിട്ടും, യഥാർത്ഥ ഒരു ഭക്തനാണെങ്കിൽ. അങ്ങനെ കേൾപ്പിച്ച പോലെ ഒട്ടൊട്ട് പറഞ്ഞു ഞാൻ. കേൾപ്പാൻ അപേക്ഷയുണ്ടെങ്കിൽ ഇന്നും ചൊല്ലാം, ഇനിയും ഞാൻ നിങ്ങൾക്ക് കേൾപ്പാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇനി ഞാൻ കേൾപ്പിക്കാം, പറഞ്ഞു തരാം. അപേക്ഷ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. ഇന്നും ഒരു മകൾ പറഞ്ഞ് കേൾക്കാൻ കാത്തിരിക്കുകയാണെന്ന്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളായാലും 10 പേരായാലും 100 പേരായാലും ഒരാളെങ്കിലും അതിന് ആഗ്രഹം ഉണ്ടെങ്കിൽ, എല്ലാ മക്കൾക്കും ആഗ്രഹമുണ്ട്, അത് കമൻസിൽ കൂടെ ചെയ്യുന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ അങ്ങനെ കാത്തിരിക്കുന്നവർക്കാണ് ഇത് ശ്രേയസ്സാവുന്നത്. ഇത് കാത്തിരുന്ന് കേൾക്കാനൊരു ആർത്തി ഉണ്ടോ? ശ്രേയസ്സാണ്. അത് കേൾപ്പാൻ അപേക്ഷ ഉണ്ടെങ്കിൽ ഇനിയും പറയാൻ ചൊല്ലാം. ഇത്തം പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം ആനന്ദിച്ചിരുന്നത് എല്ലാവരും. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് കിളിപ്പൈതൽ. എന്നിട്ടോ നാരദ മഹാമുനി പറഞ്ഞത് കിളിപ്പൈതലായിട്ടാണല്ലോ ഇത് പറയുന്നത്. അങ്ങനെ ചിത്തം, ആ മനസ്സ് ആനന്ദിച്ചിരുന്നത് എല്ലാവരും ഇത് കേട്ട് സന്തോഷമായി, ആനന്ദമുണ്ടായി. എന്താ കാരണം? ഉള്ളം പ്രകാശിച്ച ആനന്ദമല്ലേ. ആനന്ദം വരുമ്പോഴാണല്ലോ ഇത് സംഭവം വരുന്നത്. എല്ലാം കൂടെ ഒത്തുവരും. എല്ലാം കൊണ്ട് നമ്മുടെ ഹൃദയം തെളിയുന്നത് എങ്ങനെയാണ്?
നമ്മൾ പരമാത്മാവിൽ ലയിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങ് ലയിക്കും, ലീനമാവും. അങ്ങനെ ലീനമായി വരും ഹൃദയവും. അതായത് ഭഗവാന്റെ ഈ വാക്കുകളും ഭഗവാനുള്ള ചിന്തകളും ഭക്തിയും എല്ലാം കൂടെ ഒന്നായി വന്ന് നമ്മളതിൽ ലയിക്കുമ്പോൾ നമുക്ക് ആനന്ദം ഉണ്ടാകും. നമ്മുടെ ഹൃദയമെല്ലാം തെളിഞ്ഞ് പ്രകാശിക്കും. അതാണ് അഗ്നി. വിറവ് കത്തി അഗ്നി വരുമ്പോൾ ആ തടി എല്ലാ മാലിന്യങ്ങളും വിറകളെല്ലാം കത്തി തീരുമ്പോൾ ആ തടി പ്രകാശിക്കുന്നത് പോലെ നമ്മൾ ഭഗവാനിൽ ഭക്തി വർദ്ധിച്ച് നമ്മൾ തെളിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആനന്ദം കൊണ്ട് പരമാത്മാവിൽ ലയിച്ചു വരുമ്പോൾ നമ്മുടെ ഈ ശരീരം പ്രകാശിക്കും, തെളിയും. അതാണ് ജ്ഞാനമാകുന്ന അഗ്നി. അല്ലാതെ അവിടെ തീയൊന്നും അല്ല. ഈ തെളിയക്കത്തിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മൾ ലീനമാകുക, പരമാത്മാവിൽ ലയിക്കുക, നല്ല നല്ല വചനങ്ങൾ കേൾക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക. അപ്പോൾ നമുക്കുള്ള പ്രവൃത്തിയെല്ലാം നന്നായി വരുമ്പോഴും ഭക്തി വർദ്ധിക്കുമ്പോഴും നമുക്കും തെളിയാം. നമ്മുടെ ശരീരം അഗ്നി പോലെ തെളിയും, കണൽ പോലെ തെളിയും. അതാണ് ഇതിൽ പറയുന്നത്. ഇത് ശ്രീ മഹാഭാഗവതേ മഹാപുരാണേ സൂതശൗനക സംവാദേ സപ്തമസ്കന്ധ സമാപ്ത. എല്ലാവർക്കും നമസ്കാരം മക്കളെ. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം ഹരി ഓം ഹരി ഓം.